ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഒരു ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ക്രാബും അതിൻ്റെ അകത്ത് കുറച്ച് ഒക്ടോപ്പസും കൂടെ ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്താണ്. പക്ഷേ നല്ല അടിപൊളി റോസ്റ്റാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. വായോ. നമുക്ക് കുറച്ച് നീരാളി, അതായത് ഒക്ടോപ്പസും അതുപോലെ ക്രാബ് ഞണ്ടും ഒക്കെ കിട്ടിയേ. അത് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പും വിനീഗറും കൂടെ ഉള്ള വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഇട്ട് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, ഇതിനി നല്ലവണ്ണം ഒന്നുകൂടെ കഴുകി എടുക്കണം. ഇത് ഒക്ടോപ്പസിൻ്റെ തൊലിയൊക്കെ എടുത്ത് കളഞ്ഞേ. ഇനി ഇത് ഒന്ന് നല്ലവണ്ണം കഴുകി എടുത്താൽ മതി. ഇതിൻ്റെ തൊലിയൊക്കെ ഇത് കണ്ടോ, സ്കിന്നൊക്കെ എടുത്ത് കളഞ്ഞു പറ്റുന്ന പോലെ. ഇനി കുറച്ച് നേരത്തേക്ക് ഇത് വിനീഗറും ഉപ്പും വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കോ. ഇനി ഇത് കഴുകി എടുക്കട്ടെ. നമുക്കിതിന്ന് റോസ്റ്റ് ചെയ്യുന്ന വിധം കാണാം. ഇപ്പം നമ്മുടെ ഒക്ടോപ്പസും ക്രാബും നല്ലവണ്ണം കഴുകി എടുത്ത് വെച്ചേക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ 1 ടീസ്പൂണാണ്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തു. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തു. 1 ടീസ്പൂണാണ് ചേർത്തത് കാശ്മീരി മുളക് പൊടി. ഒരുപാട് എരിവ് വേണ്ട ഇവിടെ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും കൂടെ 2 പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേഗം വെക്കാം. സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ചൂടുവെള്ളമൊന്നുമല്ല, സാദാ പച്ചവെള്ളമാണ്. എന്നിട്ട് ഇനി ഇതെല്ലാം കൂടെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇത് വേഗം വെക്കാം. അടപ്പടച്ചു കൊടുക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മുടെ ക്രാബും ഒക്ടോപ്പസും മൊത്തത്തിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. ആദ്യം 1/2 കപ്പ് ചേർത്തിട്ട് വീണ്ടും 1/2 കപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. ഇതിൽ നിന്ന് കുറച്ച് ജ്യൂസ് ഇറങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇത് വെന്തിരിപ്പുണ്ട്. ഇനി മറ്റൊരു പാന് വെച്ച് നമുക്കിത് റോസ്റ്റ് ചെയ്യാം. പാൻ ചൂടായപ്പം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ 2 പച്ചമുളക് ആദ്യം ചേർത്തു. ഇനിയും 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. 2 ചെറിയ സവോളയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി നല്ല ടേസ്റ്റ് കൊടുക്കും ഈ ക്രാബിന്. അപ്പം എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ 2 സവോള ചേർത്ത് കൊടുത്ത്. ഇനിയും 1/4 സ്പൂണ് 1 സ്പൂൺ ആദ്യമേ ക്രാബ് വേവിക്കാൻ ഉപ്പ് ചേർത്തു. ഇനി ഇതിനകത്ത് 1/4 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് അടപ്പടച്ച് വഴറ്റിയെടുക്കാം. സവാള 1/4 വഴന്നപ്പം അതിലേക്ക് 2 ചെറിയ തക്കാളിയോടെ അരിഞ്ഞ് ഇട്ട് കൊടുത്തു. ഇനി ഇതുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ വീണ്ടും 1 ടീസ്പൂണാണ് ഇപ്പം ചേർത്തത്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല, 1 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടിയൊക്കെ ആദ്യമേ നമ്മൾ ചേർത്ത് കൊടുത്തായതുകൊണ്ട് ഇനി ഇത്രയും മസാലകൾ മതി. ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം പച്ചമണ്ണം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ വെന്തിരിക്കുന്ന ഒക്ടോപ്പസും ഞണ്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാമേ. ഇനിയും ഇതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തേങ്ങാപ്പാലിലാണ് ഇനി ഇത് കിടന്നത് വേകുന്നത്. ഇതെല്ലാം ഒന്ന് വെന്ത് മസാലയുമായിട്ട് ഒന്ന് നല്ലവണ്ണം ചേരണം. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടമനുസരിച്ച്. ഇനി ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു കൊടുത്ത് കുറച്ച് സമയം കൂടെ മസാലയെല്ലാം ഒന്ന് ഇതിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് വെച്ച് കൊടുക്കാം. ക്രാബ് റോസ്റ്റ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്.
ഇനി ലാസ്റ്റ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഒരു 1/4 സ്പൂൺ മതിയേ. ഇതേ പെരുംജീരകത്തിൻ്റെ പൊടിയാണിത്. ഇതിൻ്റെ കൂടെ എൻ്റെ അടുത്തില്ലാതെ പോയി കറിവേപ്പില ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം വാരി വെതറി ഇട്ട് കൊടുക്കണമായിരുന്നു. എല്ലാം ഒരു മെയിൻ സാധനമാണ് കറിവേപ്പില. ഇവിടെ വാങ്ങിയത് തീർന്നു പോയി. അപ്പോൾ ഉടനെ തന്നെ എനിക്ക് നാട്ടിൽ നിന്ന് കുറേ കറിവേപ്പില കിട്ടുന്നുണ്ട്. അടുത്ത കറിയിൽ ഞാൻ ഇഷ്ടം പോലെ കറിവേപ്പില ചേർക്കും. ഇന്നത്തെ ചേർക്കാനില്ലാതെ പോയി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്രാബ് റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു ഓൾ. ബൈ നൗ.